ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ല ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ല ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അത് പൊറാട്ടനെക്കാട്ടും നല്ല ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ചോറ് വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവരില്ലേ, വീഡിയോക്ക് മറന്നു പോകാണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ കുറച്ച് ചോറ്, തലേന്നത്തെ ചോറ് ബാക്കി വന്നത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിന് കേട്ടോ. അപ്പോൾ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഞാനിപ്പോൾ 1.5 ഗ്ലാസ് ചോറ് എടുത്തിട്ടുണ്ട്. നമ്മൾ ചായ ഒക്കെ കുടിക്കുന്ന ഗ്ലാസ്സില്ല, ഈ ഒരു 1.5 ഗ്ലാസ് ചോറ് എടുത്തിട്ടുണ്ട് ഈ ഒരു ഗ്ലാസ്സിന്. അപ്പോൾ അതിലേക്ക് ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ് കേട്ടോ. ഈ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു നുള്ള് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര കൂടി പോകാൻ പാടില്ല കേട്ടോ, കുറച്ച് മാത്രം മതിയാവും. അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ അതാ ഇത്രയും പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ ഒരു 1/2 ടീസ്പൂൺ തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം നമുക്ക്. പിന്നെ അരച്ചതിന് ശേഷം ഒരു 1/4 കപ്പും കൂടി ചോറ് അതിലേക്ക് ചേർത്ത് കൊടുത്തിന് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ മുട്ട മാത്രം കൂട്ടിയിട്ടാണല്ലോ അടിച്ചത്. അപ്പോൾ അതാ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ആദ്യമുള്ളതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ, വെറും മുട്ട കൂട്ടിയിട്ട് ഈ ഒരു ചോറ് അടിച്ചെടുത്തതാണ്. അപ്പോൾ ഇതാ 1/4 കപ്പ് ചോറും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് കുറച്ചും കൂടി വെള്ളം നമ്മൾ ഒന്ന് മുങ്ങി നിൽക്കാനുള്ള പാകത്തിനുള്ള വെള്ളം കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2 കപ്പ് പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 1/2 കപ്പാണ് കേട്ടോ. 1/2 കപ്പിൻ്റെ പാത്രമാണ് എടുത്തത്. അപ്പോൾ ഇതാ ഞാനിപ്പോൾ 4 പ്രാവശ്യമായിട്ട് എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കുഴച്ചതിന് ശേഷം നിങ്ങൾക്ക് പൊടി വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അതാ നമ്മൾ കുറച്ച് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കുഴച്ച് നോക്കുക. വെള്ളം കൂടുതലാണെന്ന് വെച്ചാൽ ഒന്നും കൂടി പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പൊറാട്ടക്കൊക്കെ മാവ് കുഴക്കുന്നില്ല, അതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. നമ്മളിപ്പോൾ എന്തായാലും ഇത് കുഴക്കുന്ന സമയത്ത് ഒരു വെള്ളം കൂടുതൽ പോലെ തോന്നും കേട്ടോ, കാരണം ചോറല്ലേ. അപ്പോൾ ചോറ് മുട്ടയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതാ കുറച്ചും കൂടി മാവ് ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതാ ടൈറ്റായിട്ട് വന്നോളൂ. ഏകദേശം ഇത് കുറച്ച് ടൈറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അധികം ടൈറ്റ് ആവേണ്ട ആവശ്യമില്ല കേട്ടോ, ഒന്ന് ചെറുങ്ങനെ ഒരു ലൂസിൽ നിന്നോട്ടെ. അപ്പോൾ ഇതാ നമ്മൾ കുഴക്കുന്ന സമയത്ത് എന്തായാലും നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കും കേട്ടോ. അപ്പോൾ അത് നമ്മൾ കൗണ്ടർ ടോപ്പിലിട്ട് കുറച്ചൊന്ന് കുഴക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ചൊന്ന് എണ്ണ തടവി കൊടുത്താൽ മതിയാവും കേട്ടോ. അതാ കണ്ടില്ലേ, ഞാൻ ഇതേപോലെ കുറച്ചൊന്ന് എണ്ണ കയ്യിൻ്റെ അടിയിലാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് നല്ലോണം ഒന്ന് അയച്ച് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. സാധാരണ ഞാൻ പൊറോട്ട ചുടാൻ വേണ്ടിയിട്ട് ഓയിലും വെളിച്ചെണ്ണയാണ് എടുക്കൽ. അപ്പോൾ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ എടുക്കൽ. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പൊറോട്ടക്ക്. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് നല്ല നെയ്യും കൂടി ചേർത്ത് കൊടുത്തിനു കേട്ടോ, നമ്മൾ RKG ഇല്ലേ അതും കൂടി ചേർത്ത് കൊടുത്തിനു. അപ്പോൾ ഇതാ കുറച്ച് ഞാൻ കയ്യിലാക്കിയിട്ട് കൈൻ്റെ അടിയിലാക്കിയിട്ട് നമ്മളെ ഈ ഒരു മാവ് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഇത് മാവ് എടുക്കുന്നവരെ മനസ്സിലാവും ഇതിൻ്റെ മുകളിൽ ഒട്ടിയും കൊണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് ലൂസാവും കേട്ടോ, കണ്ടില്ലേ ഒട്ടിയും കൊണ്ട്. അപ്പോൾ ഇതാ കുറച്ച് എണ്ണ തടവി കൊടുക്കുന്നവരെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇതേപോലെ കുഴച്ചെടുക്കാൻ പറ്റും. ഞാൻ ആദ്യം കുഴച്ചതിൽ എണ്ണ തടവിക്കില്ലേനു കേട്ടോ, അതിനോട് വിട്ടുപോയതാ പറയാൻ. അപ്പോൾ ഇതാ ഞാനിപ്പോഴാണ് എണ്ണ തടവി കൊടുത്തത്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക, അതേപോലെ ഒന്ന് ആക്കിയെടുക്കുക. നമ്മളെ കയ്യിലൊന്നും ഒട്ടി പിടിക്കില്ല കേട്ടോ. ഇതൊന്ന് നമുക്ക് ബോൾസ് ആക്കിയിട്ടൊന്ന് മാറ്റണം. നമ്മൾ പൊറാട്ടക്കൊക്കെ ബോൾസ് ആക്കുന്നില്ല, അതുപോലെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട്. ഇതുപോലെ പൊറാട്ടൻ്റെ അത്രയും വേണ്ട, അതിനേക്കാളും കുറച്ച് ചെറുതാക്കിയിട്ടാണ് കേട്ടോ ഇതെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് മുഴുവനായിട്ടും. ഇനി ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് ഇതേപോലെ മാറ്റി കൊടുക്കുക. ഏകദേശം നമ്മൾ ചപ്പാത്തിക്കൊക്കെ ബോൾ പിടിക്കുന്നില്ലേ, മാവ് എടുക്കുന്നില്ലേ, അത്രയും മാവാണ് കേട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ ഇതാ മുഴുവനായിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എണ്ണ നല്ലോണം തടവി കൊടുക്കുക, എല്ലാ ഭാഗത്തും ആകുന്നത് വരെ എണ്ണ ഇതേപോലെ ഒന്ന് തടവി ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഞാൻ ഓരോ ബോൾസും എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കൈവച്ചിട്ട് ഒന്ന് ചെറുങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഏകദേശം പൂരിൻ്റെ ആ ഒരു വലുപ്പത്തിൽ
ഇതേപോലെ കൈ വെച്ചിട്ട് പരത്തി കൊടുക്കുക. ഇത് കൈ വെച്ച് പരത്തുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പരന്ന് കിട്ടും കേട്ടോ. അപ്പം നമ്മൾ ചോറ് ചേർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിതിങ്ങനെ പരന്ന് കിട്ടും. അപ്പോൾ ഇതേപോലെ മുഴുവനായിട്ട് ഞാൻ പരത്തിയെടുക്കുന്നുണ്ട്. കുറച്ച് എണ്ണയും തടവി കൊടുക്കണം കേട്ടോ ഇടയിലൊക്കെ, എന്നാലാണ് നമുക്ക് ഒട്ടിപ്പിടിക്കാണ്ട് അടിപൊളിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ മുഴുവനായിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കട്ടെ. മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ പരത്തുന്ന എന്തിനാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ബോൾസ് പിടിച്ച് അങ്ങനെ തന്നെ വെക്കുകയെന്ന് വെച്ചാൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനിയിപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ചെറുപയർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചെറുപയർ കേട്ടോ. ഇതിപ്പോൾ 1 ഗ്ലാസ് ചെറുപയർ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആൾക്കനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം. ഈ ഒരു ചെറുപയർ ഞാൻ കുതിർത്തൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഇങ്ങനെ തന്നെ കഴുകിയിട്ട് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് 3 പച്ചമുളകാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് എത്ര വേണോ അത്രയും പച്ചമുളക് ഇട്ട് കൊടുക്കട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം എരിവുള്ള മുളകാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത് 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കുറച്ചാൽ വേണ്ടതെന്ന് വെച്ചാൽ പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കട്ടോ. പിന്നെ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉരുളൻകിഴങ്ങാണ്. അപ്പോൾ ഈ ഒരു ഉരുളൻകിഴങ്ങ് ഇതിലേക്ക് ചെറുങ്ങനെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയാണ് കേട്ടോ. ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയും മാത്രം മതിയാവും. ഇതിലേക്ക് ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഏകദേശം മുങ്ങി നിൽക്കാനുള്ള പാകത്തിലുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ട് ഏകദേശം ഒരു 6 വിസിൽ അടുപ്പിച്ചെടുക്കുക. അപ്പോൾ അത് ഒന്ന് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് ഇവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ അതിലേക്ക് ഞാനൊരു ചെറിയ പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടുതലായിട്ട് വേണ്ട കേട്ടോ. അപ്പോൾ അതൊരു ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ ചെറിയൊരു കുഞ്ഞി ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏലക്കായും ചെറുത് മതി കേട്ടോ, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ചെറിയ കഷ്ണം തന്നെ കറാമ്പൂവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കുഞ്ഞ് മതി കേട്ടോ. ഒരു ലൈറ്റായിട്ടുള്ളൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അരമുറി ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കുറച്ച് മാത്രം മതിയാവും. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ ഒരു ചുവപ്പ് കളർ വരുമല്ലോ, ആ ഒരു സമയം വരെ ഇതൊന്ന് വഴറ്റിയെടുക്കുക. അപ്പം നമ്മളെ ഉള്ളി ഇവിടെ നല്ലോണം വഴന്ന് ചോന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തേങ്ങാക്കൊത്തും നല്ലോണം ചോന്ന് വന്നിട്ടുണ്ട്. നമ്മൾ വേവിച്ചെടുത്ത ചെറുപയറും ഉരുളക്കിഴങ്ങൂല്ലേ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ചെറുപയർ. അപ്പോൾ ഇതേപോലെ നല്ലോണം വേവണം കേട്ടോ, നല്ലോണം ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് അതിലൊന്ന് വഴറ്റി കൊടുക്കുക. ഈ ഒരു വെളിച്ചെണ്ണയില്ലേ അതിൻ്റെ അകത്ത് എണ്ണ ഇട്ടിട്ടൊന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മാത്രം മതിയാവും കേട്ടോ, കൂടുതലാവരുത്. അപ്പോൾ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് 1/2 ടീസ്പൂൺ തന്നെ. അപ്പോൾ പൊടികളൊന്നും കൂടാൻ പാടില്ല കേട്ടോ, കുറച്ച് മാത്രം മതിയാവും. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് കുറച്ചൊരു തിരക്ക് പിടിച്ച വെപ്പാണ് കേട്ടോ. അത് മോൾക്ക് ക്ലാസ് പോകാനുള്ള നേരം കൊണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുത്തൊരു കറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കറിയാണ്. അതുപോലെ തന്നെ ടേസ്റ്റും അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ചിക്കൻ മസാല പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഇപ്പോൾ ഏകദേശം പറയുകയെന്ന് വെച്ചാൽ 1 ടീസ്പൂൺ 1.5 ടീസ്പൂണ് ചിക്കൻ മസാലപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം മറ്റേ മുളക് പൊടിയേക്കാട്ടും മല്ലിപ്പൊടിയേക്കാട്ടും കൂടുതലായിട്ട് ചേർക്കേണ്ടത് നമ്മളെ ചിക്കൻ മസാലപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നല്ലോണം വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ നല്ല ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത്. അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ലോണം തിളച്ച് വന്നോട്ടെ. അടിപൊളി കറിയാണ് കേട്ടോ. ഉപ്പ് കുറച്ചും കൂടി വേണ്ടിയിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വെള്ളമൊക്കെ ചേർത്തല്ലേ. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുന്നുണ്ട്. 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച്.
ഇപ്പം മല്ലിച്ചപ്പ് നിങ്ങളെ കയ്യിൽ കുറേ ഉണ്ടെങ്കിൽ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇപ്പം നല്ലോണം തിളച്ച് വന്നാൽ നമ്മളെ കറി ഇവിടെ റെഡി ആയി കേട്ടോ. ഇനി നമ്മൾ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ ലാസ്റ്റ് ഇത് തിളച്ച് വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു ഗരം മസാലപ്പൊടി, നമ്മളെ ബിരിയാണി മസാലപ്പൊടി ഇല്ല, അതും കൂടി മേൽഭാഗത്തായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്ലെയിം ഓഫ് ആക്കി. മാവ് ഇവിടെ നല്ല ലൂസായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റ് ഞാൻ അങ്ങനെ വെച്ചിന് കേട്ടോ. നമ്മൾ കറി വെക്കുന്നത് വരെ മാത്രമാണ് കേട്ടോ വെച്ചത്. അപ്പോൾ ഇതാ ഞാനിത് നല്ലോണം ഒന്ന് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ട് ഇപ്പോൾ ഇത് നല്ലോണം ഒന്ന് പരത്തി കൊടുക്കുക. ഇതുപോലെ നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക. എല്ലാ ഭാഗത്തും ഒരുപോലെ പരത്തി കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ പരന്ന് കിട്ടും, കാരണം ഇത് നല്ല ലൂസായിട്ട് നിൽക്കുകയെന്നല്ലോ. പൊടി നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല വലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാ ഇതുപോലെ ഞാൻ പരത്തി കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. ഓയിലോ വെളിച്ചെണ്ണ നെയ്യോ ഒക്കെ മിക്സാക്കിയതില്ലേ, അത് ഇതിലേക്ക് തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. അത് തമ്പുന്ന് ഇതേപോലെ ഇങ്ങനെ മടക്കി കൊടുക്കട്ടോ. ഇത് റോൾ ചെയ്തെടുക്കുക, ഇതേപോലെ ആക്കി കൊടുക്കട്ടോ. അപ്പോൾ റോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. ഇതുപോലെ റോൾ ചെയ്ത് എടുത്തതിന് ശേഷം ചെറുങ്ങനെ ഒന്ന് വലിച്ചെടുക്കുക. എന്നിട്ടിത് ഇതുപോലെ ഒന്ന് നമ്മളിപ്പോൾ പൊറാട്ടക്കൊക്കെ ചുറ്റുന്നില്ലേ, അതുപോലെ ചുറ്റിച്ചെടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ ആക്കിയെടുത്താൽ മതി കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. ഇതുപോലെ ഞാൻ മുഴുവനും ചെയ്തെടുക്കുന്നുണ്ട്. അടുത്തതും കൂടി ചെയ്തിട്ട് കാണിച്ചു തരാം. പിന്നെ നിങ്ങൾ മാവ് എടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം പരത്തി വെച്ച മാവില്ലേ, ആ മാവ് ആദ്യം പരത്തി വെച്ച മാവ് എടുത്തിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ലാസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്നും കൂടി പരത്തി എടുത്തിട്ട് എന്നിട്ട് കുറച്ച് നമ്മളെ നെയ്യൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇത് തടവി കൊടുക്കണം കേട്ടോ, എന്നാലാണ് നല്ല ലെയറായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊന്ന് റൗണ്ട് ആക്കി എടുക്കുക, അല്ല റോൾ ചെയ്തെടുക്കുക. ഇതേപോലെ ആക്കി കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ചെയ്തതിന് ശേഷം ഞാൻ ഇതേപോലെ ഒന്ന് ചെറുങ്ങനെ ഒന്ന് വലിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ രേഷ എണ്ണ തടവി കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് പൊറാട്ടക്ക് മടക്കുന്ന പോലെ ഒന്ന് മടക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് ഞാൻ 2 ടൈപ്പിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ഞാൻ മടക്കിയിട്ട് കാണിക്കുന്നുണ്ട്, ഒന്ന് ഇങ്ങനെ ആക്കിയിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ ചെയ്യുന്നില്ല. ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം ഞാൻ 2 ഭാഗവും ഇതേപോലെ ആക്കി കൊടുത്തിട്ട് എണ്ണ തടവി കൊടുക്കണം കേട്ടോ ഇടയിലൊക്കെ ആയിട്ട്. എന്നിട്ട് ഇതുപോലെ മടക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ മടക്കി പത്തിരിയൊക്കെ ആക്കുന്നില്ലേ, അതുപോലെ ആക്കിയെടുത്തതാണ് കേട്ടോ. നല്ല ലെയറായിട്ട് കിട്ടും കേട്ടോ ഇതുപോലെ ആക്കിയെടുത്താലും. അപ്പോൾ പകുതി ഞാൻ ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട്, പകുതി ഞാൻ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും ചുട്ട് കഴിഞ്ഞിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് ചുട്ടെടുത്തിട്ട് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇനി ഞാൻ ആദ്യം തന്നെ മടക്കി പത്തിരിയാണ് ചുട്ടെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ആദ്യം ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. പരത്തിയെടുത്തതിന് ശേഷം ഒന്ന് ചുട്ടെടുത്തിട്ട് കാണിച്ചു തരാം. രണ്ടാമത് ഞാൻ റോൾ ചെയ്തതും കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ചുടുന്നതെന്ന്. അപ്പോൾ ഇത് ഇതുപോലാണ് ഞാൻ പരത്തിയെടുക്കുന്നത് കേട്ടോ. നല്ല ലൂസായിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല ലെയറോട് കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് പത്തിരിക്കല്ലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം ചൂടായ പത്തിരിക്കല്ലിലേക്ക് നമ്മൾ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഞാൻ തടവി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മേൽഭാഗത്തായിട്ട്. എന്നിട്ട് ഇത് അടിഭാഗമായതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗം ഇതേപോലെ ആയിക്കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് തിരിച്ചിട്ടും മറിച്ചിട്ടും ഒന്ന് വേവിച്ചെടുക്കുക.
കണ്ടില്ലേ നമ്മളെ പത്തിരി ഇവിടെ നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വരുന്നത്. പൊറാട്ടനെക്കാട്ടും അടിപൊളിയാണ് കേട്ടോ, നല്ല സോഫ്റ്റാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിട്ടോ. എന്നിട്ട് ഇതേപോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മളെ റോൾ ചെയ്ത പത്തിരി ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് മല്ലിച്ചപ്പും വെളിച്ചെണ്ണയും കൂടി ഇട്ട ആ ഒരു മിക്സ് ഇതിൻ്റെ മുകളിലായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഇതേപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ശരിക്കും നമ്മളെ പൊറാട്ട ഒക്കെ പരത്തുന്നില്ലേ അതുപോലെ പരത്തിയെടുക്കും കേട്ടോ. നല്ല ലെയറോട് കൂടി തന്നെ നമുക്കിത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതാ ഇതേപോലെ ചെയ്യാത്തവരുണ്ട് ഒന്ന് ചെയ്ത് നോക്കിട്ടോ. എന്തായാലും ഒന്ന് നിങ്ങൾക്കിത് നഷ്ടമാവില്ല കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കുക വെച്ചാൽ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ കുറച്ച് മല്ലിച്ചപ്പ് ഞാൻ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു മൊഞ്ചിനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ ഓയിലിൻ്റെ ഒപ്പം തന്നെ ഞാൻ മിക്സ് ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മുഞ്ചിന് വേണ്ടിയിട്ട് ഒരു ഫോട്ടോ എടുക്കേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തത്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മല്ലിച്ചപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം. ഇനി ഇത് കല്ലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ഇതുപോലെ തിരിച്ചും മറിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നല്ല ലെയറോടൊക്കെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ അത് ഈ ഒരു പത്തിരി. അപ്പോൾ പൊറാട്ട എത്ര അറിയാത്തവർക്കും ഇത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കി, എന്തായാലും ഇഷ്ടമാവും. പിന്നെ നിങ്ങൾ പൊറാട്ട ചുടിയേ ഇല്ല കേട്ടോ, പൊറാട്ട പോലെ ചുടിയല, ഇതുപോലെ തന്നെ എന്നിട്ട് ആക്കിയെടുക്കുക. കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ട്, ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക്. നല്ല സോഫ്റ്റ് പൊറാട്ട റെസിപ്പി ഇവിടെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പൊറാട്ട എന്ന് പറയാൻ പറ്റില്ല, നല്ല സോഫ്റ്റാണ്. എന്നാലും അത് കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക്, എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അടുത്ത ഇതേപോലത്തെ പുതിയ വീഡിയോ കാണാം. അസ്സലാമു അലൈക്കും.